ഹലോ ഇറ്റ്സ് മീ ഗോബു ചിന്തുലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഓണം സീരീസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പം നമ്മുടെ ഓണത്തിൻ്റെ ലാസ്റ്റ് ഘട്ടമാണ് 3-ാം ഓണവും 4-ാം ഓണവും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ചേട്ടൻ്റെ കസിൻ്റെ ഒരു 9th മന്ത് സെറിമണി ഉണ്ടായിരുന്നു കേട്ടോ. അതായത് 9-ാം മാസം വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അവിടെ പോയിരുന്നു. അപ്പോൾ 10:30 അകത്ത് തന്നെ നമ്മൾ പലഹാരമൊക്കെ കൊടുത്ത് തീക്കണം എന്നായിരുന്നു മുഹൂർത്തം. നമ്മളവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു 10:20 ആയി. പിന്നെ ശടപടയെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് കൊടുത്തു. അതുകൊണ്ട് ഞാൻ 9 ഐറ്റം പലഹാരമൊന്നും കൊടുക്കാൻ നിന്നില്ല. ഒരു ഐറ്റം പലഹാരവും വെച്ച് കൊടുത്ത് ജസ്റ്റ് 2 കയ്യിലും ഓരോ വളവീതം ഇട്ട് കൊടുത്തു കേട്ടോ. കാരണം മുഹൂർത്തം തെറ്റാൻ പാടില്ലല്ലോ. അപ്പോൾ 10:30 ആയപ്പോഴത്തേക്കും നമ്മൾ പലഹാരമൊക്കെ കൊടുക്കുന്ന ചടങ്ങ് കഴിഞ്ഞു. പിന്നെ ഫ്രീ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിതാ സദ്യ കഴിക്കാൻ കയറി കേട്ടോ. അതിന് മുമ്പ് തന്നെ നമ്മൾ കുഞ്ഞാവയ്ക്ക് സദ്യയൊക്കെ കൊടുത്ത് മാമൻ്റെ ഏൽപ്പിച്ചു. എന്നിട്ട് നമ്മളിതാ വിശാലായിട്ടിരുന്ന സദ്യയൊക്കെ കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ 3-ാം ഓണത്തിനും സദ്യ തന്നെ ആയിരുന്നു. അപ്പോൾ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഫോട്ടോ എടുത്തും അങ്ങനെ റൂമിലോട്ടിരുന്ന് എല്ലാവരുമായിട്ട് കാര്യമൊക്കെ പറഞ്ഞ് കുറേ നാളായല്ലോ എല്ലാവരും തമ്മിൽ കണ്ടിട്ട്. അങ്ങനെ എല്ലാവരും കാര്യമൊക്കെ പറഞ്ഞ് എല്ലാവരും ദേവൂട്ടനെയൊക്കെ കളിപ്പിച്ച് ഫോട്ടോ സെക്ഷനായിരുന്നു കേട്ടോ, എല്ലാ കസിൻസൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും സദ്യയൊക്കെ കഴിഞ്ഞ് ഒരു 12:30 ആയപ്പോഴത്തേക്കും ഇറങ്ങാനുള്ള സമയമായി. അങ്ങനെ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ അനുഗ്രഹം വാങ്ങുവാണ്. നമ്മൾ പോയിട്ട് ഇനി കുഞ്ഞാവയും കൊണ്ടല്ലേ തിരിച്ച് വരുള്ളൂ. അതിന് വേണ്ടി ഭരണിയിൽ എണ്ണ നിറച്ച് അത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞ് നോക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പം അതൊരു സങ്കടം ഉള്ള ഒരു മുഹൂർത്തമാണ്. പിന്നെ തിരിച്ച് ഹസ്ബൻഡ് നമ്മൾ സ്വന്തം വീട്ടിലൊക്കെ വരും എന്നുണ്ടെങ്കിലും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്തോ ഒരു വിഷമമാണ് കേട്ടോ. എനിക്കും അതേ ഒരു ഫീലായിരുന്നു. ഇവളും കരഞ്ഞു. അപ്പോൾ അത് ആ കാറിലോട്ട് കയറി. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഞങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോയും എൻ്റെ 9th മന്ത് സെറിമണി ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ കസിൻ്റെ 9th മന്ത് സെറിമണി. അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത മാസം 1 വർഷം തികയാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ മാത്രം കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അവൾ അവിടുന്ന് അവളുടെ സ്വന്തം വീട്ടിലെത്തി. അപ്പോൾ ഭരണിയൊക്കെ വെച്ച് പൂജാമുറിയിലൊക്കെ ഒന്ന് തൊഴുതിട്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മൾ ഫംഗ്ഷൻ എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ കേട്ടോ. അർജുന് ഭയങ്കര മടിയായിരുന്നു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനൊക്കെ. പിന്നെ നമ്മൾ നിർബന്ധിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ആ ചടങ്ങെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി കേട്ടോ. കാരണം നമുക്കിന്ന് അവിടെ കുറച്ച് ഗസ്റ്റുകളുണ്ട്. ആരാണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ കുഞ്ഞമ്മയുടെ മക്കളും അവരുടെ ഭർത്താവും മക്കളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് കേട്ടോ. എല്ലാവരും കിച്ചണിൽ ഭയങ്കര വർക്കിങ്ങിലാണ്. അപ്പോൾ ചിന്തു ചേട്ടൻ വാട്ടർമെലൻ കട്ട് ചെയ്യുന്നുണ്ട്. അരുൺ ചേട്ടൻ തേങ്ങയൊക്കെ തിരുവുന്നുണ്ട് പുട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് റെസ്റ്റാണ് കേട്ടോ. ദേവൂട്ടനെ ഫുള്ള് നോക്കുന്നത് എൻ്റെ ചേച്ചിയാണ്. അതുപോലെ തന്നെ അടുക്കള പണിയൊക്കെ ഞാൻ ചെയ്യാറേയില്ല. കാരണം ഇവിടെ കിടന്ന് ഫുള്ള് കഷ്ടപ്പെടുകയല്ലേ, അടുക്കള പണിയും ദേവൂട്ടനെ നോക്കലും എല്ലാം ആയിട്ട്. അതുകൊണ്ട് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഒരു വകയും ചെയ്തില്ല. അപ്പോൾ ഒരു വൈകിട്ട് 4:30 ആയപ്പോഴത്തേക്ക് നമ്മുടെ ഗസ്റ്റുകളെല്ലാം എത്തി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പിള്ളേരെയൊക്കെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കേട്ടോ. എത്രയോ പണ്ടെങ്ങാണ്ട് കൊച്ചിലെന്തോ ആ ചേച്ചിമാരെ കണ്ട പരിചയമൊക്കെ ഉള്ളൂ. നമ്മളത്ര പിന്നെ അതിന് ശേഷം കാണാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവരൊക്കെ ജോലി തിരക്കുകളും കാര്യങ്ങളായിട്ട് ദൂരെയൊക്കെയാണ്. അപ്പോൾ ഇപ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടുമുട്ടുന്നത് ഒരു ഗെറ്റ് ടുഗെദർ പോലെ. എന്തായിരുന്നാലും ഭയങ്കര ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ അത്ര അടുപ്പമില്ലാതിരുന്ന ബന്ധുക്കളൊക്കെ പിന്നെ തിരിച്ച് നമുക്ക് വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് കിട്ടുന്ന ആ ഒരു സന്തോഷം, അത് അല്ലേ നമുക്ക് ഭയങ്കര നമ്മുടെ കുടുംബത്തിൻ്റെ ആ ഒരു ബോണ്ടിങ് കുറച്ചുകൂടെ കൂടുന്നതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അച്ഛൻ്റെ ഈ ഒരു കുഞ്ഞമ്മ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അപ്പോൾ ആ മരണത്തിന് പോയപ്പോഴത്തേക്കുമാണ് പിന്നെ വീണ്ടും ആ പഴയ ഒരു ബോണ്ടിങ് എല്ലാം തിരിച്ച് കിട്ടിയത്. എല്ലാവരും പിന്നെ വെക്കേഷൻ ആയപ്പോഴത്തേക്കും ചേച്ചിയുടെ വീട്ടിൽ വന്നു. അങ്ങനെ നമ്മളെല്ലാവരും അവിടെ ഒത്തുകൂടി. പിന്നെ എല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് കുറേ നേരം അങ്ങനെ സ്പെൻഡ് ചെയ്ത് കേട്ടോ. അപ്പോഴത്തേക്കും പിള്ളേർക്ക് ഈ കാര്യമൊക്കെ പറഞ്ഞ് ബോറടിക്കാൻ തുടങ്ങി. അങ്ങനെ അവരെല്ലാവരും കൂടെ മുറ്റത്തോട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് കുഞ്ഞുട്ടനായിട്ട് ഗെയിംസൊക്കെ കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് അവർക്ക് നമ്മൾ ആരാണെന്നൊന്നും അത്രയ്ക്കും മനസ്സിലായിട്ടില്ല. പിന്നെ മാത്രമല്ല അവർ രാവിലെ പൊന്മുടിയിലൊക്കെ പോയിട്ട് നല്ല ടയർഡായിട്ടാണ് വന്നത്. അപ്പോൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനും കിട്ടിയില്ല. കുറച്ച് സമയം അവരുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉള്ള സമയത്ത് അവരെല്ലാവരും കൂടെ ക്യാരംസൊക്കെ ഇങ്ങനെ കളിച്ച് അവരുടേതായ ഒരു വേൾഡിലിരിക്കുകയാണ് കേട്ടോ. അകത്ത് പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് കാര്യവും പറയുന്നുണ്ട്. അങ്ങനെ ഞാനും ചേട്ടനും ഈ പിള്ളേരുടെ കൂടെ വന്നിരുന്ന് അവരുടെ കളിയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരമൊക്കെ അവർ കളിയൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നേരം സന്ധ്യ ആയപ്പോഴത്തേക്കും അവർ ഇറങ്ങി. അപ്പോൾ ചേട്ടൻ ഗൾഫിലാണ് കേട്ടോ. അപ്പോൾ അടുത്ത വരവിന് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ യാത്ര പറഞ്ഞിറങ്ങി.
അപ്പോൾ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വന്നിട്ട് പോകുമ്പോഴത്തേക്കും പിന്നെ ആകെ ഒരു മൂകതയാണല്ലേ. അപ്പോൾ അവർ പോയ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ ബിരിയാണി, പുട്ട്, ചിക്കൻ കറി, ചിക്കൻ തോരൻ. അപ്പോൾ ഞാൻ ചിക്കൻ തോരൻ്റെ റെസിപ്പി ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഉറപ്പായിട്ടും വീഡിയോ കാണുക, അത് വീട്ടിൽ ഉറപ്പായിട്ടും പരീക്ഷിച്ച് നോക്കുക. പുട്ടും ചിക്കൻ തോരൻ എന്ന് പറഞ്ഞാൽ അസാധ്യമായൊരു കോമ്പിനേഷനാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളത് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മുടെ 3-ാം ഓണത്തിന് നമ്മൾ സാധാരണ എൻ്റെ വീട്ടിൽ കൂടാറാണ് പതിവ്. അപ്പോൾ ഇപ്രാവശ്യം ചേച്ചിയുടെ പുതിയ വീട്ടിലായതുകൊണ്ട് അവിടെ നമ്മൾ 3-ാം ഓണം ആഘോഷിച്ചു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മളത് വെള്ളായണി കാർഷിക കോളേജിൽ വെച്ചിട്ടൊരു വെള്ളായണി ഫെസ്റ്റ് നടക്കുന്നുണ്ട്, അവിടെ എത്തി. അവിടെ മറ്റേ പെറ്റ് ഷോ, അക്വേറിയം, അതുപോലത്തേക്ക് പിന്നെ അതുപോലെ കുട്ടികൾക്കുള്ള റൈഡുകൾ, അങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണ് കേട്ടോ. എനിക്കിത് പെറ്റ് ഷോ ഒന്നും വലിയ താല്പര്യമില്ല, പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ചെവിടെയെങ്കിലും പോകാമല്ലോ എന്ന് ആലോചിച്ചിട്ട് പോകാതാണ്. അല്ലാതെ എനിക്കതൊന്നും കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. കാരണം നമ്മളിത് ഒരുപാട് മേളകളൊക്കെ നമ്മൾ പോയിട്ടുണ്ട്, അതുകൊണ്ട് ഭയങ്കര ബോറാണ് എനിക്ക്. പിന്നെ പിള്ളേർക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു അക്വേറിയം പോലെയാണ്, കുറേ മീനുകളൊക്കെ ഇങ്ങനെ കാണാം. അത് കഴിഞ്ഞ് ഇതുപോലെ കുറേ ജീവികളും പിന്നെ പക്ഷികളും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ഇതുണ്ട്. ഇത്ര നേരം കണ്ട ജീവികളും വെറൈറ്റി ഒരു ജീവിയെ കാണിച്ചു തരാം. ഇനി വേറൊരു ജീവിയെ കാണിച്ചു തരാം. രാജസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാ. രണ്ടളിയന്മാര് ഒരു ശല്യമില്ല ആർക്കും. പിന്നെ ഇതിനെയൊക്കെ കണ്ട് കെട്ട ബോറടിച്ച് ഞാൻ ഓരോ കമൻറ്റും ഒക്കെ പറഞ്ഞതാ. അങ്ങനെയൊക്കെയോ ഈ ഒരു ക്യൂ ലൈൻ നിന്നാണല്ലോ പോകേണ്ടത്, അതൊന്ന് തള്ളി നീക്കി. കാരണം ഇതിൻ്റെയൊക്കെ ആ ഒരു കൂട്ടിലിട്ട് വെച്ചിരിക്കുമ്പോഴത്തേക്കും അതിൻ്റെയൊക്കെ ആ ഒരു എക്സ്ക്രീറ്റയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു സ്മെല്ല് എനിക്ക് പറ്റത്തേ ഇല്ല. പിന്നെ എങ്ങനെയൊക്കെയോ കഷ്ടിച്ച് ആ ഒരു ലൈൻ ഒന്ന് കടന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഒന്ന് ശ്വാസം വീണത്. പുറത്തിറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു സ്ഥലമെത്തി. ഈ ഗെയിംസ് നമ്മളെവിടെ പോയാലും ഈ ഗെയിംസ് കളിക്കുന്ന പതിവാണ്. അച്ഛൻ ഭാഗ്യത്തിന് ടയേർഡായതുകൊണ്ട് വന്നിരുന്നെങ്കിൽ നമ്മൾ ഈ ഗെയിംസ് ഒന്നും കളിക്കാൻ സമ്മതിക്കില്ല, വെറുതെ അനാവശ്യമായിട്ട് പൈസ കളയുന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ സമ്മതിക്കില്ല. പക്ഷെ അമ്മ ഇതിൻ്റെയൊക്കെ ഉസ്താദാണ് കേട്ടോ, അമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. നമുക്കും ഇതുപോലെ തന്നെയാണ്. ഇപ്രാവശ്യം അച്ഛന് പകരം ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ, വെറുതെ എന്തിനു പൈസ കളയുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ ചേച്ചി ആയതുകൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്യാൻ പോയില്ല, നമ്മളങ്ങ് കളിക്കാൻ തുടങ്ങി. അപ്പോൾ 3-4 സെറ്റ് കളിച്ചു. അപ്പം കുറച്ച് പ്രൈസൊക്കെ കിട്ടി കേട്ടോ, ഞാൻ പ്രൈസ് കാണിക്കുന്നുണ്ട്, കണ്ടോ. ഒരു പച്ചക്കുട്ട, ഒരു നീലക്കുട്ട, ഒരു മഞ്ഞക്കുട്ട, ഈ 3 കുട്ടയാണ് നമുക്ക് കിട്ടിയ പ്രൈസ്. അത് കഴിഞ്ഞിട്ട് ഇതാ റിങ് എറിയൽ മത്സരമാണ്. അത് സംഭവം എന്ന് വെച്ചാൽ ചിന്തു ചേട്ടൻ ഭയങ്കര സംഭവമായിട്ടൊക്കെ ഇങ്ങനെ എറിഞ്ഞ് ഭയങ്കര ഇപ്പം ഞാൻ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ആറ്റിറ്റ്യൂഡിട്ട് എറിയുന്നുണ്ട്, പക്ഷെ ഒന്നും കൊള്ളുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ട് വാങ്ങിച്ചെറിഞ്ഞു. പിന്നെ എനിക്ക് ഇതുവരെയും റിങ്സ് കളിച്ചിട്ടുള്ളതിൽ ഇതുവരെയും കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം ലോട്ടറി അടിച്ചതുപോലെ എനിക്ക് നേരെ ഒരു റിങ് കിട്ടി കേട്ടോ. ഇത് അടുത്ത റിങ്ങാണ്, ശ്രദ്ധിച്ച് നോക്കിക്കോണം കേട്ടോ, ശ്രദ്ധിച്ച് നോക്കണേ. ശ്രദ്ധിച്ച് നോക്കിയാലേ കാണാൻ പറ്റും. കണ്ടോ, ഫ്രൂട്ടിയിൽ വീണു. കണ്ടോ, എൻ്റെ റിങ് ഫ്രൂട്ടിൽ വീണു. ഫസ്റ്റ് ടൈം വേണം, എൻ്റെ സന്തോഷമൊക്കെ കാണാനുണ്ട്. പിന്നെ ഇട്ട റിങ്ങുകളൊന്നും വീണില്ല കേട്ടോ. ഒരു റിങ് വീണപ്പോൾ എനിക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരുന്നു, അടുത്ത റിങ് ഞാൻ ഇപ്പോൾ എറിഞ്ഞ് ശരിയാക്കുമെന്ന്. പിന്നെ ഒരു റിങ്ങെങ്കിലും വീണുകൊണ്ട് ചിന്തു ചേട്ടൻ്റെ മുമ്പിൽ ഞാൻ ഭയങ്കര ഷോയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ചിന്തു ചേട്ടൻ തോറ്റുവിന് കുറേ കളിയൊക്കെ ആക്കി. പിന്നെ എനിക്ക് കിട്ടിയ ഫ്രൂട്ട് ഞാൻ 2 ഫ്രൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം കുറച്ച് ഞാൻ കുടിച്ചിട്ട് കുറച്ച് ചിന്തുചേട്ടന് കൊടുത്തു, ഒരെണ്ണം ഞാൻ കുഞ്ഞൂട്ടന് കൊടുത്തു. അപ്പോൾ ഇതേക്കും കുഞ്ഞൂട്ടൻ എന്താ ഓരോരോ റൈഡിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അവിടെ ഒരുപാട് റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതാ ഇങ്ങനെ കയറിയിട്ട് ചിറക് വരുന്ന സാധനത്തിലൊക്കെ കയറി. പിന്നെ നമ്മളവിടെ ഒരു കടയിലോട്ടൊക്കെ ഇങ്ങനെ കയറി. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള റൈഡ്സിലൊക്കെ കയറാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ ഐസ്ക്രീം കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഐസ്ക്രീം കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ചിന്തുചേട്ടൻ്റെ ഒരു കോൾ വന്നു. അതായത് ചിന്തുചേട്ടൻ്റെ ഒരു റിലേറ്റീവ് മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോയ കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്നില്ല. അത് കഴിഞ്ഞിട്ട് 4-ാമത്തെ ഓണത്തിന് സ്പെഷ്യലായിട്ട് വേറെ ഒന്നുമില്ല. 4-ാമത്തെ ഓണത്തിന് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അർച്ചന എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ തമ്മിൽ ഭയങ്കര കളിയായിരുന്നു. കുറച്ച് നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള എത്തിയപ്പോഴത്തേക്ക് ഉച്ചയായി. ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവൾ തിരിച്ചു. അപ്പോൾ അവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, അച്ചു സാലോഗ് എന്ന് പറഞ്ഞിട്ട്, ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകിട്ട് 8:50 ട്രെയിനിൽ തിരിച്ച് നമ്മൾ മലപ്പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഓണവിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ എല്ലാ ഓണ സെലിബ്രേഷനും നിങ്ങളായിട്ട് ഷെയർ ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത മാസം ആകുമ്പോഴത്തേക്കും നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷമായി. അപ്പോൾ തുടക്കം തൊട്ട് ഇതുവരെ ഞങ്ങളുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. അപ്പോൾ